തൃശൂർ പുതുക്കാട് മുത്രത്തിക്കരയിൽ അച്ഛനെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം മണിക്കൂറുകളോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച മകൻ. മുത്രത്തിക്കര സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ ശിവനെയാണ് മകൻ വിഷ്ണു ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ശിവൻ കോമ സ്റ്റേജിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വധശ്രമത്തിന് ശേഷം വീടിന്റെ മുകൾ നിലയിൽ ഒളിച്ചിരുന്ന യുവാവിനെ 4 മണിക്കൂറിന് ശേഷമാണ് നാട്ടുകാരും പോലീസും ചേർന്ന് കീഴ്പ്പെടുത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 സംഭവം. മൂത്രത്തിക്കര ശിവക്ഷേത്രത്തിന് സമീപമുള്ള വാടക വീട്ടിൽ മകനെ അന്വേഷിച്ചെത്തിയതായിരുന്നു ശിവനും ഭാര്യയും. ഏറെ നാളായി തനിച്ച് താമസിക്കുന്ന വിഷ്ണുവിൽ നിന്നും വീടിന്റെ ആധാരം വാങ്ങുന്നതിനാണ് മാതാപിതാക്കൾ എത്തിയത്. എന്നാൽ ആധാരം കിണറ്റിലെറിഞ്ഞ് നശിപ്പിച്ചുവെന്ന് വിഷ്ണു അറിയിച്ചതോടെ ശിവനുമായി തർക്കമുണ്ടായി. തൊട്ടു പിന്നാലെ പ്രകോപിതനായ യുവാവ് അച്ഛനെ വെട്ടുകയായിരുന്നു. അടുക്കളയിൽ വെച്ച് ശിവനെ വെട്ടിയ വിഷ്ണു പിന്തുടർന്ന് വീണ്ടും ആക്രമിച്ചു. അമ്മയെയും ബന്ധുവിനെയും ആക്രമിക്കാൻ ശ്രമിച്ചതോടെ ഇരുവരും ഓടി രക്ഷപ്പെട്ട് നാട്ടുകാരോട് വിവരമറിയിച്ചു. തുടർന്ന് പുതുക്കാട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയതോടെ വീടിന്റെ മുകളിലെ നിലയിലേക്ക് കയറിയ യുവാവ് പുറത്തിറങ്ങാൻ തയ്യാറായില്ല. പോലീസുകാർ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചതോടെ ആത്മഹത്യാ ഭീഷണി മുഴക്കി. 3 മണിക്കൂറിലേറെ സമയത്തിന് ശേഷം വീടിന്റെ ജനലുകൾ തകർത്തും ഓടുകൾ ഇളക്കി മാറ്റിയും വിഷ്ണുവിനെ പിടികൂടാൻ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ശ്രമിച്ചു. എന്നാൽ ഇതിന് വഴങ്ങാതെ യുവാവ് മറ്റൊരു ഭാഗം വഴി സമീപത്തെ വീടിന്റെ ഓടിട്ട ഭാഗത്തേക്ക് ഇറങ്ങി. പോലീസ് അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കയ്യിൽ കരുതിയ കത്തി സ്വന്തം കഴുത്തിൽ വെച്ച് വീണ്ടും ആത്മഹത്യാ ഭീഷണി തുടർന്നു. പോലീസും നാട്ടുകാരും പിന്മാറാൻ തയ്യാറല്ലെന്ന് വ്യക്തമായതോടുകൂടി വൈകിട്ട് 5:30 വിഷ്ണു അനുനയ ശ്രമങ്ങൾക്ക് വഴങ്ങി. പിന്നീട് താഴെ ഇറങ്ങിയ യുവാവിനെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി പ്രതിയെ കണ്ടതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പുതുക്കാട് പോലീസ് അറിയിച്ചു. അതേസമയം കഴുത്തിനും തലയ്ക്കും വെട്ടേറ്റ ശിവന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ജനം, തൃശൂർ.